അപ്പോഴേ നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ചതച്ച മുളകൊക്കെ ഇട്ട് എള്ളൊക്കെ ഇട്ട് സൂപ്പറാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു 3/4 കിലോ ചിക്കൻ, ഇതുപോലെ എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ്, ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അധികം വലിയ പീസൊന്നുമല്ല, ചെറിയ ഒരുവിധം മീഡിയം സൈസ് പീസാണ്. ഒത്തിരി വലിയ പീസായാൽ ചിക്കൻ അധികം വേഗത്തില്ല കേട്ടോ. അപ്പം ഞാനൊരു മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം മീഡിയം സൈസ് പീസസാണ്. അപ്പം അത് നമുക്ക് ഞാൻ കഴുകിയെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഒരേ രീതി കറി വെക്കാതെ വ്യത്യസ്തമായ വ്യത്യസ്തമായ രുചികളിലൊക്കെ നമ്മൾ ചിക്കൻ തയ്യാറാക്കാമെങ്കിലുണ്ടല്ലോ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേറെ വേറെ രുചികളിലൊക്കെ ചിക്കൻ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം എടുക്കാനായിട്ട് കുറച്ചധികം ചെറിയ ഉള്ളിയും 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്ത എള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, ചതച്ച മുളക്, പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന ചിക്കൻ മസാലയാണ്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമ്മളെ സ്പൈസസ് പൊടിച്ചത്, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. എല്ലാത്തിലും മെയിനായിട്ട് വേണ്ടി നമുക്ക് കുറച്ച് വിനാഗിരിയാണ്. വിനാഗിരി ചേർക്കുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. നമ്മൾ നാരങ്ങയുടെ ജ്യൂസാണ് ചേർക്കേണ്ടത് കേട്ടോ. നാരങ്ങ നീരാണ് ഇതിൽ ചേർക്കേണ്ടത്. എൻ്റെ അടുത്ത് നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വിനാഗിരി അധികമൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, കുറച്ചേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ വാങ്ങിയ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അധികം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ്. പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. വിനാഗിരി ഞാൻ 3 ടീസ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ബാക്കി അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കി എല്ലായിടത്തും ഉപ്പും പൊടികളെല്ലാം എല്ലായിടത്തും ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ. ഈ സമയമുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചതായ കഴുകി ആക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. കൈവച്ചാണ് ഇളക്കിയത്. കൈവച്ച് ഇളക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും പിടിക്കും. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂറോളം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്നെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതേ ഫ്രിഡ്ജിൽ നിന്നെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്ത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയുള്ളിയും പച്ചമുളക് ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതേപോലെ കുഞ്ഞായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഇനി ഒത്തിരി നേരം അങ്ങ് പുറത്ത് നമുക്ക് ചിക്കൻ വെച്ചേക്കണ്ട കേട്ടോ. നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. ഒത്തിരി അങ്ങ് മൂത്ത് പോകാതെ സോഫ്റ്റായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ചിക്കൻ്റെ പീസൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണ. ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി വരണം. എന്നും പറഞ്ഞ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ.
ഒരുപോലെ ഒരു ചെറുതായിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വലിയ പാനാണ്, വെളിച്ചെണ്ണയുണ്ട്, ഓയിലും ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഞാനത് കോരി മാറ്റുവാണേ. ഇത് കണ്ടോ, നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. ഇതേപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. അങ്ങനെ ഞാൻ അതെല്ലാം ഫ്രൈ ആക്കിയതെല്ലാം കോരി മാറ്റി. എന്നിട്ട് ബാക്കി കുറച്ച് ഓയിൽ ഞാൻ മാറ്റി കൊടുത്തായിരുന്നു. എന്നിട്ട് ബാക്കി ഓയിലിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊരു മണമൊക്കെ വരണം കേട്ടോ. മണം വന്ന് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചി എല്ലാം അതിനകത്തേക്ക് നമുക്ക് ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഒരേപോലെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു ഇതൊന്ന് അടുക്കി പിടിക്കുമെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ആക്കിയ പാനല്ലേ, അപ്പോൾ അത് അടുക്കി പിടിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വേറൊരു പാനിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൂടുതലായിട്ട് അത് സോഫ്റ്റായിട്ടൊന്ന് നല്ലൊരു ടേസ്റ്റിലേക്ക്, നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കണം കേട്ടോ. അതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ അതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഗൈസ്, അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്കുണ്ടല്ലോ വറ്റൽമുളക് ഇടണം കേട്ടോ. അപ്പോൾ ഗൈസ്, വറ്റൽമുളക് നേരത്തെ ഇട്ടിരുന്നെങ്കിൽ അത് നന്നായിട്ട് മൂത്ത് വന്നേനേം കേട്ടോ. ആ കാര്യം ഞാൻ മറന്നുപോയി. എന്നാലും ഞാനത് മാറ്റി കൊടുത്ത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടിട്ട് ആ ഓയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറ്റൽമുളകും അങ്ങ് മൂപ്പിച്ചെടുക്കുകയാണേ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഈ നട്ട്സും അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. നട്ട്സൊക്കെ നേരത്തെ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചെടുക്കണമായിരുന്നു. ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ സവോളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഓർത്തത്. പിന്നെ ഞാൻ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ നട്ട്സും ഒക്കെ ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടില്ലേ. അതിൻ്റെ കൂടെ ഞാനൊരു ശകല ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ, നമുക്ക് ഒത്തിരി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, സോസിനകത്തൊക്കെ ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ആ വിനാഗിരിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ ടൊമാറ്റോസ് എടുത്ത ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായ സമയത്തുണ്ടല്ലോ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനും പൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും നമ്മുടെ സോസും പിന്നെ പൊടികളും ഉള്ളി എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് വരണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. സിമ്മിലിട്ടാൽ മതി കേട്ടോ, ഒത്തിരി അങ്ങ് ചൂടാക്കി എടുക്കണ്ട. സിമ്മിലിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ,
നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഈ സമയത്താണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്ത എള്ളും ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമേ ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാൻ ഗൈസ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എല്ലാം കൂടെ നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അഴിക്കാൻ തോന്നും കേട്ടോ, അതേപോലത്തെ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക്